നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 വർഷം കേരള PSC വിവിധ പരീക്ഷകൾക്ക് ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ച് വരുന്നത്. അതിൻ്റെ എപ്പിസോഡ് 7ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് 2020 PSC ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് LD ക്ലർക്ക് പരീക്ഷ SR സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ്. മനോഹരമെന്ന് ഞാൻ പറയാൻ കാര്യം, ചോദ്യം വെരി സിമ്പിളാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. മനോഹരമെന്ന് ഞാൻ പറയാൻ കാര്യം, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു മേഖലയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം അല്ലേ? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് ഉള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 108 108 അനുച്ഛേദമാണ് സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ്. സമ്മേളനമല്ല കറക്റ്റ് മലയാളം, ഉപവേശനം എന്നാണ് മനസ്സിലായത്. ഉപവേശം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. പക്ഷെ നമ്മൾ സമ്മേളനമെന്നും പറയാറുണ്ട് മലയാളത്തിൽ. ഭരണഘടനയിൽ കറക്റ്റ് മലയാളം മറ്റൊന്നാണ്. അപ്പോൾ സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 108. അപ്പോൾ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, അത്തരത്തിൽ ആർട്ടിക്കിൾ 108 പറഞ്ഞിരിക്കുന്ന സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 108 ആണോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത് ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായി ആർട്ടിക്കിൾ 108 എടുത്ത് വായിച്ചു നോക്കുക. ഈ ജോയിൻറ്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന 108 എവിടെയെങ്കിലും ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ് എന്നുള്ള രീതിയിൽ ഒരു വ്യവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അത് പരിശോധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആൻസർ പരിശോധിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ അല്ലേ? ഓപ്ഷൻ ബി, ലോക്സഭാ സ്പീക്കർ. അപ്പോൾ ആൻസർ ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി എൻ്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 പ്രകാരമുള്ള സംയുക്ത സമ്മേളനം, 108 സംയുക്ത സമ്മേളനത്തിൻ്റെ വ്യവസ്ഥ. ആ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ ആയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 108 അല്ല എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഭരണഘടനയിലെ അനുച്ഛേദം 118(4) ആർട്ടിക്കിൾ 118(4) 108 അല്ല. 118 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ, നടപടിക്രമത്തിൻ്റെ ചട്ടങ്ങൾ. അതായത് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ എത്തരത്തിലായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ചട്ടങ്ങൾ രൂപീകരിക്കാൻ അതത് സഭകൾക്ക്, ലോക്സഭയാണെങ്കിൽ ലോക്സഭ, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ, അതത് സഭകൾക്ക് അധികാരം നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് 118 എന്ന് പറയുന്നത്. റൂൾസ് ഓഫ് പ്രൊസീജിയർ, നടപടിക്രമത്തിൻ്റെ ചട്ടങ്ങൾ. ആ നടപടിക്രമത്തിൻ്റെ ചട്ടങ്ങളെ പ്രതിപാദിക്കുന്ന അനുച്ഛേദമായ 118 ക്ലോസ് 4 ഖണ്ഡം 4 എന്ത് പറയുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം, അതായത് ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുമ്പോൾ അധ്യക്ഷത വഹിക്കേണ്ടത് ഹൗസ് ഓഫ് പീപ്പിൾ, അതായത് ലോക്സഭ. ലോക്സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ലോക്സഭ സ്പീക്കർ ആയിരിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അദ്ദേഹം ആബ്സെൻ്റ് ആണെങ്കിൽ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറയുന്നത് എന്താണോ അദ്ദേഹമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജോയിൻറ്റ് സിറ്റിങ്ങിൽ ലോക്സഭാ സ്പീക്കറുടെ ആബ്സെൻസിൽ ലോക്സഭയുടെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. അത് പറയുന്നത് 118(4) അതെവിടെ ആയിരിക്കും പറയുക? അത് റൂൾസ് ഓഫ് പ്രൊസീജിയറിലാണ്. മനസ്സിലായല്ലോ?
അപ്പോൾ 118 നാലിടത്ത് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ലോക്സഭാ സ്പീക്കറാണ് ജോയിൻറ്റ് സിറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കേണ്ടത് എന്നുള്ളത് 118(4) പറയുന്നു. എന്നാൽ ലോക്സഭാ സ്പീക്കറുടെയും അസാന്നിധ്യത്തിൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണെന്നുള്ളത് ഭരണഘടനയിലല്ല പറയുന്നത്. 118(4) പ്രകാരം അത് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ആരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കും 108 പ്രകാരമാണ് ലോക്സഭാ സ്പീക്കർ ജോയിൻറ്റ് സിറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളത്. എന്നാൽ അങ്ങനെ അല്ല. ആർട്ടിക്കിൾ 118(4) പ്രകാരമാണ്. ഓക്കെ, അപ്പം എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണഘടനയിൽ അനുച്ഛേദം 118(4) പ്രകാരം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുമ്പോൾ അധ്യക്ഷനാകുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറിൻ്റെ അസാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് 118(4) പ്രകാരമല്ല. പക്ഷേ 118(4) പറയുന്ന റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എന്താണോ വ്യവസ്ഥ അത് പ്രകാരമാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, ഡെപ്യൂട്ടി സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരിക്കും. അടുത്ത ഡെപ്യൂട്ടി സ്പീക്കറും ആബ്സെൻ്റ് ആണെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷനല്ല, ഉപാധ്യക്ഷനായിരിക്കും. അധ്യക്ഷൻ വൈസ് പ്രസിഡൻ്റാണ്, അതുകൊണ്ട് വൈസ് പ്രസിഡൻ്റ് അല്ല. മനസ്സിലായല്ലോ? അദ്ദേഹം ഈ പാർലമെൻറ്റ് മെമ്പർ അല്ല, അതുകൊണ്ടാണ്. പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹമല്ല ജോയിൻറ്റ് സിറ്റിങ്ങിൽ ഈ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാത്തപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത്. ഇല്ലാത്തപ്പോൾ രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ്. അത് പറയുന്നതും എവിടെ തന്നെയാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ തന്നെയാണ്, ഭരണഘടനയിലല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കഥ എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ നല്ലൊരു ധാരണയുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷേ ഡിഗ്രി ലെവൽ പോലുള്ള വലിയ പരീക്ഷകൾ, KS, ഡിഗ്രി, LSD സെക്രട്ടറി, അങ്ങനെയുള്ള ഗസറ്റ് പോസ്റ്റുകളുടെ പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ പെടില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ ആർട്ടിക്കിൾ 108, 108, 118 കൃത്യമായി വായിച്ചു നോക്കുക ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷനോടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെയും അസാന്നിധ്യത്തിലാണെങ്കിൽ സംയുക്ത സമ്മേളനത്തിൽ ഹാജരാകുന്ന അംഗങ്ങൾ നിർണ്ണയിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും. ഇനി അദ്ദേഹവുമില്ലെങ്കിൽ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിൽ, സംയുക്ത സമ്മേളനത്തിൽ ഹാജരാകുന്ന അംഗങ്ങൾ തീരുമാനിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത്? ഒരു ബിൽ മണി ബില്ലാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്? അതും മറ്റൊരു ഡയറക്റ്റ് ചോദ്യമാണ്. ഇതേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഭരണഘടനാ സംബന്ധമായി. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിക്കിൾ 110 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഫനിഷൻ ഓഫ് മണി ബിൽസ്, പണബില്ലുകളുടെ നിർവചനം. എന്താണ് പണബില്ലെന്ന് നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 110 ഡെഫനിഷൻ ഓഫ് മണി ബിൽസ്. ഏതൊക്കെ തരം ബില്ലുകളാണ് നമ്മൾ പണബില്ലുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 110. അപ്പോൾ ആ ആർട്ടിക്കിളിൽ തന്നെയാണോ, 110 തന്നെയാണോ ഒരു പണബില്ല് അല്ലേ, ഒരു ബില്ല് പണബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അതേ ആർട്ടിക്കിൾ തന്നെ ആണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? സ്വാഭാവികമായതാണ്. വീണ്ടും ആൻസർ എന്ത് തന്നെയാണ്? സെയിം ആൻസർ. മുന്നേ ഉണ്ടായിരുന്ന ചോദ്യത്തിൻ്റെ അതേ ഉത്തരം തന്നെയാണ്, ലോക്സഭാ സ്പീക്കർ. എന്നാൽ ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 109 110 എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനായി പോകുന്നത്. നമ്മൾ പരിശോധിക്കാം ഏത് ആർട്ടിക്കിളിലാണെന്ന്. ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അധികാരം ലോക്സഭാ സ്പീക്കർക്കാണ്. ആൻസറായി, ലോക്സഭാ സ്പീക്കർ. 110(3) ആർട്ടിക്കിൾ 110(3) എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ കൃത്യമായിട്ട്. 110(3) എന്ത് പറയുന്നത്? ഒരു ബിൽ പണബില്ലാണോ അല്ലയോ എന്ന് ഏതെങ്കിലും പ്രശ്നം ഉത്ഭവിക്കുകയാണെങ്കിൽ ലോക്സഭയുടെ സ്പീക്കറുടെ അതിന്മേലുള്ള തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. ലോക്സഭാ സ്പീക്കറാണത് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അന്തിമമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് കോടതിയിലോ പാർലമെൻറ്റിലെ ഇരുസഭയിലോ രാഷ്ട്രപതിക്ക് മുമ്പ് പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഫൈനലാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം, അന്തിമമാണ്. ആർട്ടിക്കിൾ 110(3) പ്രകാരം. ഇനി പണബില്ലുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആർട്ടിക്കിളുണ്ട്, 109. ഇതിന് തൊട്ട് മുന്നേയുള്ള ആർട്ടിക്കിൾ, സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽസ്.
പണബില്ലുകളെ സംബന്ധിച്ച വിശേഷ നടപടിക്രമം അല്ലെങ്കിൽ വ്യവസ്ഥ, വിശേഷാലുള്ളൊരു വ്യവസ്ഥ എന്താണ്? സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊസീജിയർ. മനസ്സിലായല്ലോ. പണബില്ലുകളെ സംബന്ധിച്ച് ഒരു വിശേഷ നടപടിക്രമമുണ്ട്. അതാണ് ഇതിന് തൊട്ട് മുന്നേയുള്ള 109. ആ 109 എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളത് നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിൽ നമുക്ക് ഈ 109 എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ 110(3) പ്രകാരമാണ് എന്ത് ഈ പണബില്ല് ഒരു ബില്ല് പണബില്ലാണോ അല്ലേ എന്നുള്ള തീരുമാനം ലോക്സഭാ സ്പീക്കറിൽ നിക്ഷിപ്തമാണെന്നുള്ളത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി അറിഞ്ഞിരിക്കാം. 110 ഡെഫിനിഷൻ ഓഫ് മണി ബിൽ അവിടെയാണ് എന്നുള്ളത്. കാരണം ആ ഡെഫിനിഷൻ ഇന്ന കാര്യങ്ങളാണ് ആ ആർട്ടിക്കിള് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ബില്ലുകളെയാണ് പണബില്ലെന്ന് പറയപ്പെടുകയും അത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉത്ഭവിക്കുകയാണെങ്കിൽ അതിന്മേലുള്ള തീരുമാനം ലോക്സഭാ സ്പീക്കറുടേതായിരിക്കും എന്നുള്ളതും അത് അന്തിമമായിരിക്കും എന്നുള്ളതും ആ ഒരു സ്ട്രക്ചറിലാണ് 110 ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അതുകൊണ്ട് 110 കൃത്യമായി നിങ്ങൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച് നോക്കുക. അപ്പോൾ അത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേ ഇത് KASന് ചോദിച്ചതാണ്. 2020 KASലൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ പ്രൈവറ്റ് ബിൽ ഇൻ പാർലമെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പോൾ എന്താണ് ഈ പ്രൈവറ്റ് ബില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബില്ല് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബില്ലെന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് ലെജിസ്ലേഷൻ, നിർദ്ദിഷ്ട നിയമനിർമ്മാണം. ഇതിനാണ് നമ്മൾ ബില്ല് അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ കരടിനാണ് നമ്മളെന്ന് പറയുന്നത് ബില്ലെന്ന് പറയുന്നത്. നമ്മൾ ഇതാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. പാർലമെൻറ്റ് എന്നുള്ളതല്ല, ഏത് നിയമനിർമ്മാണ മണ്ഡലത്തിലായാലും അത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളായിട്ടുള്ള നിയമസഭകളും നിയമസമിതികളും ലെജിസ്ലേറ്റീവ് അസംബ്ലികളും ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും, പാർലമെൻറ്റിനെ സംബന്ധിച്ച് ലോക്സഭ, രാജ്യസഭ, അവിടുത്തെ നിർദ്ദിഷ്ട നിയമനിർമ്മാണം അതിൻ്റെ കരടിനെയാണ് നമ്മൾ പ്രപ്പോസ്ഡ് ലെജിസ്ലേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്ന ആൾ ആരാണോ അനുസൃതമായി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗവൺമെൻറ് ബിൽ അല്ലെങ്കിൽ പബ്ലിക് ബില്ലെന്ന് പറയും. അതായത് ആ ബില്ല് അവതരിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും സഭയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ബില്ലായതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ് ബില്ലെന്നറിയപ്പെടും. മന്ത്രി സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആരായിരിക്കും അവതരിപ്പിക്കുക? മന്ത്രിയാണ് അവതരിപ്പിക്കുക. ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അത് എന്താണ്? പബ്ലിക് ബില്ലെന്നറിയപ്പെടും അല്ലെങ്കിൽ ഗവൺമെൻറ് ബില്ലെന്നറിയപ്പെടും. ഓക്കെ. എന്നാൽ ഏതൊരു അംഗത്തിനും ആ സഭയിൽ ആ നിയമനിർമ്മാണ മണ്ഡലത്തിൻ്റെ ഏത് സഭയാണോ ആ സഭയിൽ, ലോക്സഭയെങ്കിൽ ലോക്സഭ, രാജ്യസഭയിൽ രാജ്യസഭ, ഇപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് നിയമസഭയാണെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ നിയമസമിതി ആണെങ്കിൽ നിയമസമിതി, ആ സഭയിൽ അംഗമായിട്ടുള്ള ഏതൊരു അംഗത്തിനും എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ബില്ല് അവതരിപ്പിക്കാൻ പറ്റും. ഇതുപോലെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ കഴിയും സഭയിൽ. അതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ മന്ത്രി അല്ലാത്തൊരാൾ സർക്കാരിന് വേണ്ടി ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന് ഉപരിയായി മന്ത്രി അല്ലാത്തൊരു അംഗം ഒരു ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബില്ലിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് ബില്ലെന്ന് പറയുന്നത്. അങ്ങനെ ആ ബില്ലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനകളും പരിശോധിച്ച് നോക്കാം. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ ഓഫ് പാർലമെൻറ്റ് അതർ ദാൻ എ മിനിസ്റ്റർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മന്ത്രി അല്ലാത്ത ഏതൊരു അംഗവും ഈ അവതരിപ്പിക്കുന്ന ബില്ലിനാണ് പ്രൈവറ്റ് ബില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇറ്റ്സ് ഡ്രാഫ്റ്റിംഗ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെമ്പർ കൺസേൺഡ്. അത് മന്ത്രിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ വകുപ്പിന് ചുമതലയുണ്ട്, അതുപോലെ നിയമ മന്ത്രാലയത്തിന് ചുമതലയുണ്ട്, അതത് ഭരണ വകുപ്പിന് ചുമതലയുണ്ട്, നിയമവകുപ്പിന് ചുമതലയുണ്ട്. കാരണം സർക്കാരിൻ്റെ ബില്ലാണ്. എന്നാൽ ഒരു സ്വകാര്യ വ്യക്തി എന്നുള്ള നിലയിൽ അനൗദ്യോഗിക അംഗം എന്നുള്ളതാണ് കറക്റ്റ് മലയാളം കേട്ടോ. പ്രൈവറ്റ് മെമ്പറിൻ്റെ കറക്റ്റ് മലയാളം അനൗദ്യോഗിക അംഗം എന്നുള്ളതാണ്. അത്തരത്തിലൊരു അംഗം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ബന്ധപ്പെട്ട മെമ്പർക്കാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും വളരെ ശരിയാണ്.
Its rejection by the House has no implication on the parliamentary confidence in the government or its resignation. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ല് സഭയിൽ പാസ്സാകാതെ പോവുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? ആ സർക്കാരിന് സഭയിൽ മതിയായ ഭൂരിപക്ഷമില്ല, പിന്തുണയില്ല എന്നുള്ളതാണ്. മതിയായ ഭൂരിപക്ഷമോ പിന്തുണയോ ഉണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാകും, അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു ഗവൺമെൻറ് ബില്ല് ഒരു മന്ത്രി അവതരിപ്പിക്കുമ്പോൾ, ഒരു പബ്ലിക് ബില്ല് ഒരു മന്ത്രി അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് പാസ്സായിരിക്കണം. ഇല്ലെങ്കിൽ അതിനർത്ഥം ആ സർക്കാരിന് ആ പദവിയിൽ തുടരുവാൻ എന്താണ് അധികാരമില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? കാരണം ആ ബില്ല് പാസ്സാകേണ്ടതാണ്. പാസ്സായില്ലെങ്കിൽ ഇവർക്ക് മതിയായ ഭൂരിപക്ഷമോ പിന്തുണയോ സഭയ്ക്കുള്ളിലില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അവർക്ക് അധികാരത്തിൽ തുടരുവാൻ, ആ സർക്കാരിന് അധികാരത്തിൽ തുടരുവാൻ അധികാരമില്ല, അല്ലെങ്കിൽ മാൻഡേറ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരും. മനസ്സിലായല്ലോ? മെജോറിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അത് രാജിയിലേക്ക് നയിക്കപ്പെടും, ആ മന്ത്രിസഭയുടെ രാജിയിലേക്ക് നയിക്കപ്പെടും, അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് ഈ സാഹചര്യം നീങ്ങും, അല്ലേ? പക്ഷെ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിൽ അതിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? അവിടെ മെജോറിറ്റിയുടെ ഒരു വിഷയമില്ല. കാരണം ആ വ്യക്തി അല്ലെ, ആ അനൗദ്യോഗിക അംഗം, ആ പ്രൈവറ്റ് മെമ്പർ കൊണ്ടുവരുന്ന ബില്ലാണ്. അപ്പം അതിലങ്ങനെ ഒരു വിഷയമില്ല, ഇല്ലേ? അയാളുടെ ആ ബില്ല് പാസ്സായില്ലെങ്കിലും അതൊരു സർക്കാരിൻ്റെ മെജോറിറ്റിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ റെസിഗ്നേഷനിലേക്ക് നയിക്കുകയോ ഒരു വിഷയവുമില്ല. അപ്പോൾ ഈ റിജക്ഷൻ ബൈ ദ ഹൗസ് ഹാസ് നോ ഇംപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ശരിയാണ്, അങ്ങനെ ഇംപ്ലിക്കേഷനേ ഇല്ല. പാർലമെൻ്ററി കോൺഫിഡൻസ്, വിശ്വാസം, പാർലമെൻ്ററി വിശ്വാസത്തിനോ അല്ലെങ്കിൽ എന്താണ് ആ സർക്കാരിൻ്റെ രാജിയിലേക്ക് നയിക്കുന്ന അത് ഒരു ബന്ധവും ഈ ബില്ലിനില്ല. ഇറ്റ്സ് റിജക്ഷൻ, ആ ബില്ല് തിരസ്കരിക്കപ്പെട്ടാൽ അപ്പോൾ അത് വളരെ ശരിയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റെന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ പറ്റും, 3 ശരിയാവുമ്പോൾ തന്നെ, അല്ലേ? പക്ഷേ എന്തുകൊണ്ട് തെറ്റായി എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈസ് ഇൻട്രൊഡ്യൂഷൻ ദ ഹൗസ് റിക്വയർസ് 7 days നോട്ടീസ്. ഈ മുൻകൂർ നോട്ടീസ് നൽകണം. അതായത് ഇന്ന തീയതിയിൽ, ഇന്ന സമ്മേളനത്തിൻ്റെ ഇന്ന തീയതിയിൽ എന്താണ് ഇങ്ങനൊരു ബില്ല് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ നോട്ടീസ് കൊടുത്ത് സ്പീക്കറുടെ പെർമിഷൻ വേണം. സ്പീക്കറെ, ലോക്സഭയെ സംബന്ധിച്ച് സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയെ സംബന്ധിച്ച് ചെയർമാൻ, ആരാണോ പ്രിസൈഡിങ് ഓഫീസർ, അവരുടെ പെർമിഷൻ വേണം. അതിനോട് മുൻകൂർ നോട്ടീസ് നൽകണം. അത് ഈ 7 days നോട്ടീസ് മതിയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 7 days നോട്ടീസ് അല്ല പ്രൈവറ്റ് മെമ്പർ ബില്ലിന് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് തെറ്റ്, ഇതാണ് തെറ്റ്. അങ്ങനെ ആൻസർ ഡിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കാം. എ പ്രൈവറ്റ് മെമ്പർ ഈസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അതർ ദാൻ എ മിനിസ്റ്റർ വിച്ച് എലക്റ്റഡ് ഓർ നോമിനേറ്റഡ്. ഞാൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. A bill introduced by such a member is called a private member bill. The drafting of the bill is the responsibility of the member who introduced it with the technical assistance from the secretariat. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിന് അതിൻ്റെ സാങ്കേതികമായി ഇത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങൾ ലഭിക്കും. മനസ്സിലായല്ലോ? ബാക്കി ആ ബില്ലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ആ അനൗദ്യോഗിക അംഗത്തിന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടത് 1 month prior notice is required. 1 മാസത്തിന് മുന്നേ നോട്ടീസ് കൊടുക്കണം. പ്രൈവറ്റ് മെമ്പർ ബില്ലാണെങ്കിൽ 7 days നോട്ടീസ് അല്ല. മനസ്സിലായല്ലോ? ആൻഡ് പെർമിഷൻ മസ്റ്റ് ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്പീക്കർ ഇൻ ദ ലോക്സഭ ഓർ ദ ചെയർമാൻ ഇൻ ദ രാജ്യസഭ. ലോക്സഭയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭയാണെങ്കിൽ സ്പീക്കറുടെ അനുവാദം വേണം, പെർമിഷൻ വേണം. രാജ്യസഭയുടെ ആണെങ്കിൽ ചെയർമാൻ്റെ അനുവാദം വേണം. അപ്പോൾ ഈ 1 month നോട്ടീസാണ് വേണ്ടത്. 1 മാസത്തിന് മുന്നേ നോട്ടീസ് നൽകണം. 7 days നോട്ടീസ് അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ദ റിജക്ഷൻ ഓഫ് എ പ്രൈവറ്റ് മെമ്പർ ബിൽ ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ദ കോൺഫിഡൻസ് ഓഫ് ദ ഹൗസ് ഇൻ ദ ഗവൺമെൻറ്. നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു വ്യക്തി ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മന്ത്രി അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന ഒരു ബില്ല് പരാജയപ്പെടുകയോ അത് പാസ്സാകാതെ പോവുകയോ സഭ അത് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യപ്പെട്ടാൽ അതിനർത്ഥം ഗവൺമെൻറ്റിന്, സർക്കാരിൻ്റെ, സഭയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിലും വല്ല അർത്ഥമുണ്ടോ? ഇല്ല. നമുക്ക് അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. Although this bill allow private members to raise important public issues, their chance of being passed is very low. സർക്കാർ തന്നെ
അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിലേ അത് പാസ്സാകുള്ളൂ. അല്ലാതെ പ്രൈവറ്റ് മെമ്പർ അവതരിപ്പിക്കുന്ന ബില്ല് പാസ്സാകുന്നത് വളരെ വളരെ വിരളമായിട്ടേ അത് പാസ്സാകാറുള്ളൂ. റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ് അങ്ങനെ ആ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ. കാരണം അതിന്മേൽ സർക്കാരിനും ഒരു ഭരണപക്ഷത്തിന്, റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് കൊയേലീഷന്, ഭരണപക്ഷത്തിനോ അല്ലെങ്കിൽ ഭരണ മുന്നണിക്കോ ഇന്ന് അതിന്മേലൊരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബില്ല് പാസ്സാകത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിന് വളരെ സാധ്യത കുറവാണ്. ദ ഫസ്റ്റ് പ്രൈവറ്റ് മെമ്പർ ബിൽ ടു ബി പാസ്ഡ് വാസ് ദ മുസ്ലിം വഖഫ് ആക്ട് 1954 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സയ്യിദ് മുഹമ്മദ് അഹമ്മദ് ഖസ്മി. ആദ്യമായത് ഇത്തരത്തിലൊരു അനൗദ്യോഗിക അംഗം അവതരിപ്പിച്ച ബില്ല് പാസ്സാകപ്പെടുന്നത് മുസ്ലിം വഖഫ് ആക്ട് 1954 ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൈവറ്റ് മെമ്പർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയ്യിദ് മുഹമ്മദ് അഹമ്മദ് ഖസ്മി എന്ന് പറയുന്ന വ്യക്തി അവതരിപ്പിച്ച ബില്ലാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് പാസ്സാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈവറ്റ് മെമ്പർ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ഇന്ത്യ എ ബിൽ ഈസ് നോട്ട് ടു ബി ഡീംഡ് ടു ബി എ മണി ബിൽ ഇഫ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഫോർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 110 എന്ത് പറയുന്നത്, മണി ബില്ലിൻ്റെ ഡെഫനിഷൻ പറയുന്നത്. 110 ഡെഫനിഷൻ. ആ ഡെഫനിഷനാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. KS ഓഫീസറിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കൃത്യമായി ആർട്ടിക്കിൾ 110 വായിച്ചു നോക്കുക. അതിൽ മണി ബിൽ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡെഫനിഷൻ പറഞ്ഞിട്ടുണ്ട്. 110(1) A മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്, 1A മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഏതൊക്കെയാണ് മണി ബില്ലായിട്ട് വരുന്നത് കൃത്യമായിട്ട് വലിയ പരീക്ഷകൾക്ക് ചോദിക്കും. അപ്പോൾ നമുക്കിതിൽ പരിശോധിച്ച് നോക്കാം. ദ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ആൾട്ടർനേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ടാക്സ്, അത് മണി ബില്ലാണോ? ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു സംശയം കാണുമല്ലോ, അത് മണി ബില്ലാണോ എന്നുള്ളത്. ബിയിൽ നിങ്ങൾക്കൊരു സംശയം കാണും. സി നമുക്ക് പരിശോധിച്ച് നോക്കാം. ദ അപ്രോപ്രിയേഷൻ മണി ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സഞ്ചിത നിധിയിൽ നിന്ന് പണം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിയോഗമാണ്, ധനവിനിയോഗം, സഞ്ചിത നിധിയിൽ നിന്ന്. അത് മണി ബില്ലാണോ എന്നുള്ളതിന് യാതൊരു വിധ പ്രശ്നവുമില്ല, അത് മണി ബില്ല് തന്നെയാണ്. ദ റെഗുലേഷൻ ഓഫ് ദ ബോറിംഗ് ഓഫ് മണി ബൈ ദ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, അത് അത്തരത്തിലുള്ളൊരു ബില്ല് മണി ബില്ലാണോ? മണി ബില്ലാണ്. ദ ഇമ്പോസിഷൻ, അതായത് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടോ, അത് അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ, റെമിഷൻ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടോ, ആൾട്ടർനേറ്റ് മാറ്റുന്നതോ റെഗുലേറ്റ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു ബില്ല് മണി ബില്ലാണോ എന്നുള്ളതാണ്. മണി ബില്ലാണ്. ദ ഇമ്പോസിഷൻ ഓഫ് ഫൈൻസ് ഓർ അതർ പെക്യുനറി പെനാൽറ്റീസ് ഓർ ദ ഡിമാൻഡ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഓർ ലൈസൻസ് ഓർ ഫീസ് ഫോർ സർവീസ് റെൻഡേഡ്, എന്തെങ്കിലും സർവീസ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫീസ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈനുകൾ, അല്ലെങ്കിൽ ലൈസൻസ്, പേയ്മെൻറ്റ് ഫോർ ഫീസ് ഫോർ ലൈസൻസ് ഓർ ഫീസ്, ഇതൊന്നും ഇമ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് മണി ബില്ലാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ല. എവിടെ അത് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. 110 ക്ലോസ് 1 മണി ബില്ലിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അല്ലാത്തത്, നോട്ട് ടു ബി ഡീംഡ് ടു ബി എ മണി ബിൽ. ആൻസർ ബി. ഈ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേ. ആർട്ടിക്കിൾ 110 കണ്ട. അപ്പോൾ 110(2) ഇത് മണി ബിൽ അല്ല എന്ന് പറയുന്നത്. എന്ത്? എ ബിൽ ഷാൾ നോട്ട് ബി ഡീംഡ് ടു ബി എ മണി ബിൽ ബൈ റീസൺ ഓൺലി ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് ഫൈൻ. അങ്ങനെ ഫൈനോ അതർ പെക്യൂനറി പെനാൽറ്റീസ്, ചെറിയ പെനാൽറ്റികൾ, പിഴകൾ, മനസ്സിലായല്ലോ. ഓർ ഫോർ ദ ഡിമാൻഡ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഫോർ ലൈസൻസ് ഓർ ഫീസ് ഫോർ സർവീസ് റെൻഡേഡ്, സർവീസ് റെൻഡർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഫീസ്, ലൈസൻസുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് ഫോർ ഫീസ് ഫോർ ലൈസൻസ് ഓർ ഫീസ് ഫോർ സർവീസ് റെൻഡേഡ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് മണി ബില്ലായി കരുതപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് 110(2) ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയേണ്ടത്, അത് ഇവിടെ പഠിച്ചു വയ്ക്കുക. ഓർ ബൈ റീസൺ ദാറ്റ് പ്രൊവൈഡ് ഫോർ ദ ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ആൾട്ടർനേഷൻ, റെഗുലേഷൻ ഓഫ് എനി ടാക്സ്. ഇത് നമുക്ക് ഓൾറെഡി 110 ഡെഫിനിഷൻ പ്രകാരം മണി ബില്ലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ടാക്സുകൾ ഇമ്പോസ് ചെയ്യുന്നതും ആൾട്ടർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും അബോളിഷ് ചെയ്യുന്നതും ഒക്കെ ബന്ധപ്പെട്ട് ആ ടാക്സ് ബൈ എനി ലോക്കൽ അതോറിറ്റി ഓർ ബോഡി ഫോർ ലോക്കൽ പർപ്പസ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
അപ്പോൾ ഈ 110-ൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതാ ഇവിടം വരെ ഒരു കാര്യവും, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ലോക്കൽ പർപ്പസിന് വേണ്ടിയുള്ള ടാക്സ് ഒക്കെ ആണെങ്കിൽ അത് മണി ബില്ലിൽ വരില്ല. അപ്പോൾ 110(2) വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. 110(1) ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. 1-ൽ ഏതൊക്കെ ബില്ലുകളാണ് മണി ബില്ലിൽ വരുന്നത് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ട മറ്റ് 3 ഓപ്ഷൻസും. മനസ്സിലായല്ലോ. 2 എന്ന് പറയുന്നത് ഇത് വരാത്ത കാര്യങ്ങളാണ്, അത് കരുതപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് 110(2)-ൽ. ഈ 2 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു ബില്ല് പണബില്ലായി കരുതപ്പെടുവാൻ പാടില്ല എന്ന് പറയുകയാണ് 110(2). മനസ്സിലായല്ലോ. അപ്പോൾ 110 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഞാൻ പറഞ്ഞതുപോലെ 110-ൽ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. 110(1) A, B, C, D. ഞാൻ ഓപ്ഷനിലുള്ള മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. D കഴിഞ്ഞ് Eയും F ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 110 ക്ലോസ് 1 A മുതൽ F വരെ ഉണ്ട്. ഇത് A മുതൽ F വരെയും വായിച്ചു നോക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ആൾട്ടർനേഷൻ, റെഗുലേഷൻ ഓഫ് എനി ടാക്സ് നിങ്ങൾ ഓപ്ഷനിൽ കണ്ടതാണ്. അതുപോലെ റെഗുലേഷൻ ഓഫ് ദ ബോറിംഗ് ഓഫ് മണി, മനസ്സിലായല്ലോ. കസ്റ്റഡി ഓഫ് ദ കൺസോൾട്ടഡ് ഫണ്ട് ഓർ ദ കണ്ടിജൻസി ഫണ്ട്, അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് ദ കൺസോൾട്ടഡ് ഫണ്ട്, ഇതെല്ലാം തന്നെ എന്താണ് ഉൾക്കൊള്ളുന്ന ബില്ലുകളെല്ലാം പണബില്ലായിരിക്കും, മണി ബില്ലായിരിക്കും. അപ്പോൾ 110(1) വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 110(2) വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ 2 ആർട്ടിക്കിൾസും വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Considering the powers of Lok Sabha and Rajya Sabha in the Indian Parliament, which of the following statement is not correct? പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. KS-ന് ചോദിച്ചൊരു ചോദ്യമാണ്. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ ആൻഡ് നോട്ട് ഇൻ ദ രാജ്യസഭ. വീണ്ടും മണി ബില്ലാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, മണി ബില്ലിനെ സംബന്ധിച്ച് അത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ, രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ. നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ? ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 110-ലാണോ? 110-ൽ ഡെഫനിഷനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ നിർവചനമാണ് പണബില്ലിൻ്റെ. എന്നാൽ പണബില്ലിനെ സംബന്ധിച്ച സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊസീജിയർ പറയുന്നത് 109-ലാണ്. 109-ൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ്? എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ ആൻഡ് നോട്ട് ഇൻ ദ രാജ്യസഭ. രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല, ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് 109-ൽ കൃത്യമായി പറയുന്നുണ്ട്. അത് ശരിയാണ്. രാജ്യസഭ ക്യാൻ ഓൺലി ഡിസ്കസ് ദ ബഡ്ജറ്റ് ബട്ട് കനോട്ട് വോട്ട് ഓൺ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധന അഭ്യർത്ഥനകൾ അല്ലേ? ബഡ്ജറ്റിൽ ധന അഭ്യർത്ഥനകൾ നടത്തും. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, സഞ്ചിത നിധിയിൽ നിന്ന് പണം ആവശ്യപ്പെടുകയാണ്. ബഡ്ജറ്റ് മുഖാന്തരം നമ്മൾ ആവശ്യപ്പെടുകയാണ്. സർക്കാർ ആരോട്? സഭയ്ക്ക് മുന്നാകെ ആവശ്യപ്പെടുകയാണ്. അതാണ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്. ധനങ്ങൾക്കുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ ധന അഭ്യർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ധന അഭ്യർത്ഥന നടത്തുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ്, ധന അഭ്യർത്ഥന നടത്തുന്നത് സഭയിൽ, പാർലമെൻറ്റിൽ? അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് രാജ്യസഭ ക്യാൻ ഓൺലി ഡിസ്കസ് ദ ബഡ്ജറ്റ്. ശരിയാണ്. രാജ്യസഭയ്ക്ക് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനേ കഴിയുള്ളൂ. ധനാഭ്യർത്ഥനകൾക്ക് മേൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. വോട്ട് ചെയ്യാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ലോക്സഭയ്ക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. രാജ്യസഭ ആൻഡ് ലോക്സഭ ഹാവ് ഈക്വൽ പവേഴ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ഓർഡിനറി ബിൽ. പണബില്ലല്ല, മറ്റേ ധനകാര്യ ബില്ലുകളല്ല, ഫിനാൻഷ്യൽ ബില്ലുകളല്ല, സാധാരണ ബില്ലുകൾ, ഓർഡിനറി ബിൽ. ഒരു സാധാരണ ബില്ലിൻ്റെ കാര്യത്തിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഈക്വൽ പവേഴ്സ് ഉണ്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 പറയുന്നത്. അല്ല, C. 3 അല്ല, C. തുല്യ അധികാരമുണ്ട് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും സാധാരണ ബില്ലുകൾ സംബന്ധിച്ച്, അവതരിപ്പിക്കുന്നതായാലും പാസ്സാക്കുന്നതുമായി സംബന്ധിച്ച് തുല്യ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്, തുല്യ അധികാരമുണ്ട്. ഓക്കെ,
തുല്യ അധികാരം തന്നെയാണല്ലോ ഓർഡിനറി ബില്ലിൻ്റെ കേസിൽ. ഓക്കെ, അതും ശരിയാണ്. അടുത്ത, only Lok Sabha has power in the introduction and passage of financial bills involving expenditure from the Consolidated Fund of India. ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ത്? കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്ന് എക്സ്പെൻഡിച്ചർ, പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ, സഞ്ചിത നിധിയിൽ നിന്ന് പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊവിഷൻ ഉൾക്കൊള്ളുന്ന ബില്ല്. അപ്പോൾ നമ്മളോട് തിരിച്ചറിയേണ്ടത് ആ ബില്ല് ഏത് ബില്ലാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 117(3) പ്രകാരമുള്ള ഫിനാൻഷ്യൽ ബിൽ ടൈപ്പ് 2, ഇതാണ് ആ ബില്ല് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ, കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? ആ ഒരു പ്രൊവിഷൻ മാത്രം ഉൾക്കൊള്ളുന്നു. അങ്ങനെ ആ ഒരു പ്രൊവിഷൻ ഉൾക്കൊള്ളുന്ന ബില്ലുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബിൽ ടൈപ്പ് 2 എന്ന് പറയുന്നത്. 2 ആർട്ടിക്കിൾ 117(3). ഈ ബില്ലിൻ്റെ കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡി പറയുന്നത്. ഇപ്പോൾ ഈ ബില്ലിൻ്റെ കേസിൽ എന്താ? only ലോക്സഭ ഹാസ് പവർ ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ഫിനാൻഷ്യൽ ബിൽസ് ഇൻവോൾവിംഗ് ദ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. തെറ്റാണ്. അതിൻ്റെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ ബിൽ 2ൻ്റെ കാര്യത്തിൽ ഇരുസഭകൾക്കും തുല്യ അധികാരമാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനായി രാഷ്ട്രപതിയുടെ പ്രയർ റെക്കമെൻഡേഷൻ വേണം, മുൻകൂർ അനുമതി വേണം എന്നത് മാത്രമേ ഉള്ളൂ ഒരു ഓർഡിനറി ബില്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം ഇതിന്, മറ്റൊന്നും പ്രശ്നമില്ല. അത് ലോക്സഭയിൽ അവതരിപ്പിക്കുക, രാജ്യസഭയിൽ അവതരിപ്പിക്കുക. only Lok Sabha has the power in the introduction and passage of financial bills involving expenditure from the Consolidated Fund of India എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ 117(3) നിങ്ങൾ നോക്കുക, ഫിനാൻഷ്യൽ ബിൽ 1 ഉണ്ട്, ടൈപ്പ് 1 ഉണ്ട്, 117(1). മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ബിൽസ്, മണി ബിൽസ്, ഫിനാൻഷ്യൽ ബിൽ 1, 2, എല്ലാ ഫിനാൻഷ്യൽ ബില്ലുകളും മണി ബില്ലാണോ? എല്ലാ ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആൻസർ ചെയ്യുക. എല്ലാ മണി ബില്ലും തിരിച്ച് ഫിനാൻഷ്യൽ ബില്ലുകളാണോ? അതും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആൻസർ ചെയ്യുക. അത് ആൻസർ ചെയ്യണമെങ്കിൽ അത് കൃത്യമായി പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്താണ് ഓർഡിനറി ബിൽ, എന്താണ് ഫിനാൻഷ്യൽ ബിൽ. ഫിനാൻഷ്യൽ ബിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫിനാൻഷ്യൽ ബിൽ 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ അതിൽ തന്നെ മണി ബില്ലുണ്ട്. അപ്പോൾ എന്താണ് മണി ബില്ലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻട്രൊഡക്ഷനും പാസേജുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു PYQൽ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫിനാൻഷ്യൽ ബിൽ അതർ ദാൻ മണി ബിൽസ് ഇൻവോൾവിംഗ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ബിൽ 2 എന്ന് പറയുന്ന സാധനം ആർട്ടിക്കിൾ 117(3) പ്രകാരമുള്ളത് ഏത് സഭയിലാണ് അവതരിപ്പിക്കാം. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ദോ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് റിക്വയർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് മാത്രമേ ഉള്ളൂ. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. ആർട്ടിക്കിൾ 109 ആണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ എന്ന് പറയുന്നത് 109 ആണ്, 110 അല്ല. കാരണം 110 ഡെഫനിഷനാണ്. 109 അതിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻ പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊസീജിയർ പറയുന്ന, വിശേഷ നടപടിക്രമം പറയുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പറയുന്നത് 109. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് 109ഉം 110ഉം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ഒറിജിനൽ ആർട്ടിക്കിൾസ് വലിയ വലിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, സിവിൽ സർവീസ്, പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് വരെ, ഫ്രം കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SI, അത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ തുടങ്ങി ഗസറ്റഡ് പോസ്റ്റുകളായിട്ടുള്ള LSTD സെക്രട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റായിട്ടുള്ള KAS, അത് കഴിഞ്ഞ് സിവിൽ സർവീസ്, പ്രിലിംസ് വരെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉറപ്പായിട്ടും 109ഉം 110ഉം ക്ലോസ് ബൈ ക്ലോസ് വായിച്ച് മനസ്സിലാക്കണം. എന്നാലേ മണി ബില്ലിനെ കുറിച്ച് നല്ല ധാരണ കിട്ടത്തുള്ളൂ, പിടികിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ബിൽ ദ ലോക്സഭ ആൻഡ് രാജ്യസഭ ഹാവ് ഈക്വൽ പവേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ബില്ലുകളെ സംബന്ധിച്ച് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയാലും പാസേജ് ആയാലും ഏത് തലത്തിലായാലും പാർലമെൻറ്റിൻ്റെ ഇരു സഭകൾക്കും ഒരേ അധികാരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, റിസസ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. KS ഓഫീസർ തന്നെ ചോദിച്ചതാണ്. റിസസ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം മീൻസ്, ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ സംബന്ധിച്ച് റിസസ് എന്താണെന്നുള്ളതാണ്. ഈ താഴെ തന്നിരിക്കുന്ന റിസസ് എന്താണ് റിസസ്? ഒരു പാർലമെൻറ്റ് ഇൻ സെഷൻ, അതായത് സമ്മേളനത്തിലുള്ള പാർലമെൻറ്റിനാണോ നമ്മൾ റിസസ് എന്ന് പറയുന്നത്? അഡ്ജേൺമെൻറ്റ് ഓഫ് പാർലമെൻറ്റിൻ്റെ സമ്മേളനം മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ നീട്ടിവെക്കുന്നത്, മാറ്റിവെക്കുക, അഡ്ജേൺ ചെയ്യുക. അഡ്ജേൺമെൻറ്റിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. അഡ്ജേൺമെൻ്റ് ഉണ്ട്, അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം ഉണ്ട്. സമ്മേളനം മാറ്റിവെക്കുന്നതാണ്. മനസ്സിലായല്ലോ? അതാണോ റിസസ് എന്നറിയപ്പെടുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ഹൗസ്, സഭ പിരിച്ചുവിടുന്നതാണോ? അല്ല. ഓപ്ഷൻ എ, ഇൻ്റർവെൽ ബിറ്റ്വീൻ പ്രൊറോഗേഷൻ ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഇസ് റീഅസംബ്ലി ഇൻ ന്യൂ സെഷൻ. പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനം അവസാനിപ്പിച്ചിട്ട് അടുത്ത സമ്മേളനം തുടങ്ങുന്നത് വരെയുള്ള പീരീഡ്, ആ ഗ്യാപ്പിനാണ് നമ്മൾ, ആ ഇൻ്റർവെൽ പീരീഡിനാണ് നമ്മൾ റിസസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് ഈ അഡ്ജേൺമെൻറ്റും ഡിസൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എ സെഷൻ ഓഫ് പാർലമെൻറ്റ് ഇസ് ദ പീരീഡ് സ്പാനിങ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ഹൗസ് ആൻഡ് ഇസ് പ്രൊറോഗേഷൻ. ഒരു ഈ സിറ്റിംഗ് ഓഫ് ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു സമ്മേളനം തുടങ്ങി അതിൻ്റെ ആദ്യ ദിവസം മുതൽ, ആ ഫസ്റ്റ് സിറ്റിംഗ് മുതൽ അത് പ്രൊറോഗ് ചെയ്യുന്നത് വരെ, സമ്മേളനം അവസാനിപ്പിക്കുന്നത് വരെയോ, ലോക്സഭയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇതിനിടയിൽ ഡിസോൾവും ചെയ്തേക്കാം. 2 സംഭവിക്കാം അല്ലേ? ലോക്സഭയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇതിനിടയിൽ ഡിസോൾവ് ചെയ്തേക്കാം. അപ്പോൾ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി സമ്മൺ ചെയ്ത് അതിൻ്റെ ആദ്യ സിറ്റിംഗ് മുതൽ ആ സമ്മേളനം അവസാനിപ്പിക്കുന്നത് വരെയുള്ള പീരീഡിനാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. എ സെഷൻ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, എ സെഷൻ ഓഫ് പാർലമെൻറ്റ്. ഇപ്പോൾ ഓരോ 14th ലോക്സഭ അല്ലെങ്കിൽ 17th ലോക്സഭ ഇതിനകത്ത് സെഷൻ എന്ന് പറയും. 17ാം ലോക്സഭയുടെ അല്ലെങ്കിൽ 18ാം ലോക്സഭയുടെ ഇന്ന ലോക്സഭയുടെ ഇത്ര സെഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡിനാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ലോക്സഭയാണെങ്കിൽ ചിലപ്പോൾ പിരിച്ചു വിട്ടേക്കുക. മനസ്സിലായല്ലോ? പ്രൊറോഗ് ചെയ്യണമെന്ന് മാത്രമല്ല, പ്രൊറോഗ് എന്ന് പറഞ്ഞാൽ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ലോക്സഭ ചിലപ്പോൾ അതിനിടയിൽ തന്നെ സമ്മേളനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിരിച്ചുവിടുകയാണെങ്കിൽ എന്താണ്, ആ ഒരു പിരിച്ചുവിടുന്ന തീയതി വരെ ഉള്ളൂ എന്ത്, സെഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഡിസൊല്യൂഷൻ ഇൻ ദ കേസ് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി സമ്മൺ ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് മുതൽ ആ സമ്മേളനം അവസാനിക്കുന്നത്, പ്രൊറോഗ് ചെയ്യുന്നത് വരെ. മനസ്സിലായല്ലേ? സമ്മൺ ചെയ്യുകയാണെങ്കിൽ അത് പ്രൊറോഗ് ചെയ്യും, സമ്മൺ ചെയ്താൽ അത് പ്രൊറോഗ് ചെയ്യണം. മനസ്സിലായല്ലോ? അത് പാർലമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ പ്രസിഡൻ്റാണ്, സമ്മൺ ചെയ്താൽ അത് പ്രൊറോഗ് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ പ്രൊറോഗ് ചെയ്യപ്പെടണമെന്നില്ല ചിലപ്പോൾ. കാരണം ഇതിൻ്റെ ഇടയിൽ ലോക്സഭയുടെ കേസിലാണെങ്കിൽ ചിലപ്പോൾ പ്രൊറോഗ് ചെയ്യുന്നതിന് മുന്നേ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പീരീഡ്, അതിനാണ് നമ്മൾ സെഷൻ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് എ സെഷൻ ദ ഹൗസ് മീൻസ് എവറി ഡേ ടു ട്രാൻസാക്ട് ബിസിനസ്. ഈ ഓരോ സെഷൻ സമയത്തും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും എന്താണ്, അവരുടെ സെഷൻ സമയത്ത് ഓരോ ദിവസവും സമ്മേളിക്കുക അല്ലേ, സിറ്റിംഗ് നടത്തുന്നു. എവറി ഡേ ബിസിനസ്, ഓരോ ദിവസമുള്ള അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. ഓക്കെ, ദ പീരീഡ് സ്പാനിങ് ബിറ്റ്വീൻ ദ പ്രൊറോഗേഷൻ ഓഫ് ഹൗസ് ആൻഡ് ഇസ് റീഅസംബ്ലി ഇൻ എ ന്യൂ സെഷൻ ഇസ് കാൾഡ് റിസസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മേളനം പ്രൊറോഗ് ചെയ്ത് അത് ആ പ്രൊറോഗ് ചെയ്ത് അടുത്ത സമ്മേളനം തുടങ്ങുന്നത് വരെയുള്ള ഇൻ്റർവെൽ പീരീഡിനാണ് നമ്മളെന്ന് പറയുന്നത് റിസസ് എന്ന് പറയുന്നത്. എ സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബൈ അഡ്ജേൺമെൻറ്റ് ഓർ അഡ്ജേൺമെൻറ്റ് സൈൻഡ് ഓർ പ്രൊറോഗേഷൻ. ഒരു സിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ അവസാനിപ്പിക്കാം. ഒന്നെന്ന് പറയുന്നത് അഡ്ജേൺമെൻറ്റ്, 2 പറയുന്നത് അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം, 3 പറയുന്നത് പ്രൊറോഗേഷൻ. മനസ്സിലായല്ലോ? ഓർ ഡിസൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ കാര്യത്തിലാണെങ്കിൽ 4 രീതിയിൽ അവസാനിപ്പിക്കുക സമ്മേളനം. എന്താണ് അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം നോക്കാം. അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡ് ദ വർക്ക് ഇൻ എ സിറ്റിംഗ് ഓഫ് എ സ്പെസിഫിക് ടൈം വിച്ച് മേ ബി അവേഴ്സ്, ഡേയ്സ് ഓർ വീക്സ്. ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്പീക്കർ പറയുകയാണ് നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സമ്മേളിക്കുന്നതാണ്. മനസ്സിലായല്ലോ? 2 മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്പീക്കർ പറയുകയാണ് സഭാ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നു. അത് ഒന്നാമത്തെ രീതിയിൽ പറയുന്നു. രണ്ടാമത്തെ രീതി പറയാൻ സഭാ സമ്മേളനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്, അല്ലെങ്കിൽ നാളെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ആ രീതി പറയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? സഭാ സമ്മേളനം അവസാനിപ്പിക്കുക, മനസ്സിലായല്ലോ? സമ്മേളനം അവസാനിപ്പിക്കുക,
2 രീതിയിലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അടുത്ത അസംബിൾ ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മനസ്സിലായല്ലോ? അതിനെയാണെന്ന് പറയുന്നത് അഡ്ജേൺമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ പീരീഡ് വിച്ച് മേ ബി അവേഴ്സ്, ഡേയ്സ് ഓർ വീക്സ്. സ്പെസിഫൈ ചെയ്തുകൊണ്ടല്ലേ, സ്പെസിഫൈഡ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും സമ്മേളിക്കണം. അപ്പോൾ ആ കറക്റ്റ് ടൈം പറഞ്ഞുകൊണ്ടാണ് അഡ്ജേൺമെൻ്റ് എന്ന് പറയുന്നത്. മറ്റത് അഡ്ജേൺമെൻറ്റ് സൈൻഡായി, അത് സ്പീക്കറാണ് ചെയ്യുന്നത്. ഇത് രണ്ടും മീൻസ് ടെർമിനേറ്റിംഗ് എ സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്, അനിശ്ചിത കാലത്തേക്ക്. പറയുന്നില്ല ഇനി എപ്പോൾ സമ്മേളിക്കുക എന്നുള്ളത്. സ്പീക്കർ സഭാ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഇത് അഡ്ജേൺമെൻറ്റ് സൈൻഡായി. ഓക്കെ, ഇത് 2 പവറും അഡ്ജേൺമെൻ്റ് ആയാലും അഡ്ജേൺമെൻറ്റ് സൈൻഡ് ആയാലും പ്രിസൈഡിങ് ഓഫീസർക്കാണ്. സഭയുടെ അധ്യക്ഷൻ ആരാണോ അയാൾക്കാണ് അതിൻ്റെ അധികാരം. ലോക്സഭയുടെ കാര്യത്തിൽ സ്പീക്കർ, രാജ്യസഭയുടെ കാര്യത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ, അല്ലെങ്കിൽ ആരാണോ പ്രിസൈഡ് ചെയ്യുന്ന പ്രിസൈഡിങ് ഓഫീസർ. ഡിസൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം. ആൻഡ് ദ വെരി ലൈഫ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലോവർ ഹൗസ് ആൻഡ് ന്യൂ ഹൗസ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആഫ്റ്റർ ജനറൽ ഇലക്ഷൻസ് ആർ ഹെൽഡ്. ആർട്ടിക്കിൾ 85 നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമ്മൺ, പ്രൊറോഗ്, ഡിസൊല്യൂഷനൊക്കെ എന്താണെന്നുള്ളത് ആർട്ടിക്കിൾ 85 പരിശോധിച്ച് നോക്കുക. നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ തന്നെ പിരിച്ചു വിടുകയാണ്. എന്നിട്ട് പുതിയ ഇലക്ഷൻ, പിന്നെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പുതിയ ഇലക്ഷൻ നടത്തി എന്ത് ചെയ്യണം? പുതിയ സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, രൂപീകരിക്കണം. ഇതിന് ഡിസൊല്യൂഷൻ. സഭ പിരിച്ചുവിടുകയാണ്. രാജ്യസഭ പെർമനൻറ്റ് ഹൗസാണ്, പിരിച്ചുവിടാൻ കഴിയില്ല. രാജ്യസഭ ബീങ് എ പെർമനൻറ്റ് ഹൗസ് ഇസ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. ഓൺലി ദ ലോക്സഭ is subject to dissolution. Prorogation is the formal ending of a session of parliament by the president. ആരാണോ വിളിച്ചു കൂട്ടുന്നത്, സമ്മൺ ചെയ്യുന്നത്, അദ്ദേഹം ആ സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത്, സമ്മേളനം അവസാനിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സമ്മണിൻ്റെയും പ്രൊറോഗേഷൻ്റെ ഇടയിൽ നടക്കുന്നതാണ് അഡ്ജേൺമെൻറ്റും അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം. അത് മനസ്സിലായിക്കോണം. സമ്മൺ വിളിച്ചു കൂട്ടുക, സമ്മേളനം വിളിച്ചു കൂട്ടുക, പ്രൊറോഗ് സമ്മേളനം അവസാനിപ്പിക്കുക. അത് രണ്ടും ചെയ്യുന്നത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സഭകളെ സംബന്ധിച്ച് പ്രസിഡൻ്റ് ആയിരിക്കും, സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഗവർണർ ആയിരിക്കും. ഇതിനിടയിൽ പ്രിസൈഡിങ് ഓഫീസർ ഈ സമ്മേളനങ്ങൾ ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നിർത്തിവെക്കുക, വീണ്ടും സമ്മേളിക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ അഡ്ജേൺമെൻറ്റ് അല്ലെങ്കിൽ അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം എന്ന് പറയുന്നത്. ഇതിനിടയിൽ സംഭവിക്കുന്നതാണ്. സമ്മൺ ആൻഡ് പ്രൊറോഗേഷൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൊറോഗേഷൻ ഇസ് ദ ഫോർമൽ എൻഡിങ് ഓഫ് എ സെഷൻ ഓഫ് പാർലമെൻറ്റ് ബൈ ദി പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. സമ്മൺ ചെയ്യുക, പ്രൊറോഗ് ചെയ്യുക, അഡ്ജേൺമെൻറ്റ് സൈൻ ടൈം, ഡിസൊല്യൂഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി ഇൻ ഡീറ്റെയിൽ ആയിട്ട് വലിയ പരീക്ഷകളിൽ പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ് ചോദിക്കും. മനസ്സിലായല്ലോ? അതിൻ്റെ സെഷൻസ്. ഇനി ഡിവൈസസ് ഉണ്ട്, ക്വസ്റ്റ്യൻ അവർ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. 0 അവർ, ക്വസ്റ്റ്യൻ അവർ, കാളിംഗ് അറ്റൻഷൻ മോഷൻ, അഡ്ജേൺമെൻറ്റ് മോഷൻ, അങ്ങനെ ഡയലേറ്ററി മോഷൻ, അങ്ങനെ ഒരുപാട് മോഷൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഗില്ലറ്റിൻ മോഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് വലിയ പരീക്ഷകൾക്ക്. പാർലമെൻ്ററി ഡിവൈസുകൾ, പോയിൻ്റ് ഓഫ് ഓർഡർ, പ്രിവിലേജ് മോഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അറിയപ്പെടുന്ന പേരെന്താ? അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് നമുക്കറിയാം അല്ലേ. ആർട്ടിക്കിൾ 79 ആണ് അത് സംബന്ധിച്ച്. ആർട്ടിക്കിൾ 79 പറയുന്നുണ്ട് ആരൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്നുള്ളത് കൃത്യമായി ആർട്ടിക്കിൾ 79 പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79 എന്ന് പറയുന്നത്. കൃത്യമായി പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റ് എന്നുള്ളത്, ആരൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നോക്കുക. അവിടെ ഉപരിസഭ ഏതാണ്, അപ്പർ ഹൗസ് ഏതാണെന്നുള്ളതാണ്. ഏതാണ് ഉപരിസഭ? ഇതിലിപ്പോൾ നമുക്ക് ഈ ഇതൊക്കെ വെട്ടിക്കളയല്ലേ, ഇതൊന്നും അല്ല എന്നുള്ളത്. ഈ മണ്ഡലസഭ അല്ലേ, ഇത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഇതിൽ ഏതാണ് ഉപരിസഭ, അപ്പർ ഹൗസ്? ഉപരി എന്ന് പറഞ്ഞാൽ അപ്പർ ഹൗസ്. ആൻസർ രാജ്യസഭയാണ്. അപ്പോൾ രാജ്യസഭയുടെയും ലോക്സഭയുടെയും മറ്റ് പേരുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രാഷ്ട്രപതി, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അതായത് രാജ്യസഭ, ഹൗസ് ഓഫ് പീപ്പിൾ ലോകസഭ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളത്. അനുച്ഛേദം 79 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 79. 1954 രാജ്യസഭ, ലോക്സഭ എന്നീ ഹിന്ദി പേരുകൾ യഥാക്രമം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ഹൗസ് ഓഫ് പീപ്പിളും സ്വീകരിച്ചു. ഭരണഘടനയിൽ നിങ്ങൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് കാണുന്നുണ്ടെങ്കിലും 1954 നമ്മൾ ഹിന്ദി പേരുകളായിട്ടുള്ള ലോക്സഭ, രാജ്യസഭ എന്ന് നമ്മൾ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനും ഹൗസ് ഓഫ് പീപ്പിളും, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ഹൗസ് ഓഫ് പീപ്പിൾ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയും ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭയും 54 നമ്മൾ ഹിന്ദി പേരുകൾ സ്വീകരിച്ചു. ഓക്കെ,
രാജ്യസഭയെ താഴെ പറയുന്ന പേരുകൾ അറിയപ്പെടുന്നു അല്ലേ? അതിൽ ആൻസറായിട്ട് വന്നിരിക്കുന്ന ഉപരിസഭ കണ്ടല്ലോ, ഉപരിസഭ. രാജ്യസഭയുടെ മറ്റൊരു പേര്, അതിലൊന്നാണ് ഉപരിസഭ. സംസ്ഥാനങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഉപരിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഹൗസ്. രണ്ടാം സഭ സെക്കൻഡ് ചേംബർ, മുതിർന്നവരുടെ ഹൗസ് ഓഫ് എൽഡേഴ്സ്. ഈ പേരിലൊക്കെ അറിയപ്പെടുന്നു രാജ്യസഭ. രാജ്യസഭ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ സഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അപ്പർ ഹൗസ് ഉപരിസഭ, സെക്കൻഡ് ചേംബർ രണ്ടാം സഭ, ഹൗസ് ഓഫ് എൽഡേഴ്സ് മുതിർന്നവരുടെ സഭ. മനസ്സിലായല്ലോ? രാജ്യസഭ റെപ്രസെൻ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയാണ് രാജ്യസഭ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ നമുക്ക് ലോക്സഭയുടെ പേരും കൂടെ പരിശോധിക്കാം. മറ്റു പേരുകൾ: ജനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് പീപ്പിൾ. അധോസഭ, ലോവർ ഹൗസ്. ഒന്നാം സഭ, ഫസ്റ്റ് ചേംബർ. ജനപ്രതിനിധി സഭ, പോപ്പുലർ ഹൗസ്. ജനപ്രതിനിധി ഹൗസ്, സഭ, പോപ്പുലർ ഹൗസ്. ഓക്കെ, ഇതൊക്കെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ലോക്സഭയാണ്. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഉപരിസഭ, രാജ്യസഭയാണ്. ആൻസർ സി. അപ്പോൾ മറ്റ് പേരുകളൊക്കെ പഠിച്ചല്ലോ നിങ്ങൾ. മറ്റ് പേരുകൾ അല്ലേ? സംസ്ഥാനങ്ങളുടെ സഭ, ഉപരിസഭ, രണ്ടാം സഭ, മുതിർന്നവരുടെ സഭ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരുകൾ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് പീപ്പിൾ, അധോസഭ, ലോവർ ഹൗസ്, ഒന്നാം സഭ, ഫസ്റ്റ് ചേംബർ, ജനപ്രതിനിധി സഭ, പോപ്പുലർ ഹൗസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ലോക്സഭയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ രാജ്യസഭ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 2020 പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച ചോദ്യങ്ങൾ. 2020 കേരള PSC വിവിധ പരീക്ഷകളിൽ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് ഈ എപ്പിസോഡിൽ. ഇനി അവിടെ നിന്ന് പാർലമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിലും 2020 എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം. നന്ദി.